നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പുതിയ കുരുക്ക്. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള എതിർകക്ഷികൾക്ക് ദില്ലി ഹൈക്കോടതി നോട്ടീസ് അയച്ചു. സ്റ്റേ ആവശ്യത്തിൽ ഉൾപ്പെടെ മറുപടി സമർപ്പിക്കാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. സോണിയയുടെയും രാഹുലിന്റെയും തലയ്ക്ക് മുകളിലുള്ള വാളായി നിൽക്കുകയാണ് നാഷണൽ ഹെറാൾഡ് കേസ്. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരായ കുറ്റപത്രം അംഗീകരിക്കാത്ത വിചാരണ കോടതി നടപടിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച അപ്പീലിലാണ് ദില്ലി ഹൈക്കോടതിയുടെ നടപടി. വിചാരണ കോടതി നടപടി തെറ്റാണെന്ന് ഇ ഡി വാദിച്ചത്. മറ്റു കേസുകളെയും ഇത് ബാധിക്കുമെന്നും ഇ ഡി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സ്വകാര്യ അന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡി സമർപ്പിച്ച കുറ്റപത്രം നിലനിൽക്കില്ലെന്നായിരുന്നു ദില്ലി റോസ് അവന്യൂ കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടത്. ഇതിന്മേലാണ് അപ്പീലുമായി ഇ ഡി ഹൈക്കോടതിയെ സമീപിച്ചത്. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെ 6 പ്രതികൾക്കെതിരെയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചത്. 2000 കോടിയുടെ തട്ടിപ്പെന്നായിരുന്നു കുറ്റപത്രത്തിൽ ആരോപണം. പ്രത്യേക ഇ ഡി കോടതി ഈ കുറ്റപത്രമാണ് കഴിഞ്ഞ ദിവസം തള്ളിക്കളഞ്ഞത്. ഏതെങ്കിലും എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ അല്ല നിലവിൽ ഇ ഡി കേസെടുത്ത് കുറ്റപത്രം നൽകിയതെന്ന് കോടതി നിരീക്ഷിച്ചു. BJP നേതാവ് സുബ്രഹ്മണ്യം സ്വാമി നൽകിയ സ്വകാര്യ അന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം. എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കള്ളപ്പണ നിരോധന നിയമപ്രകാരം കേസെടുക്കാനാകൂ. ഇത് ചൂണ്ടിക്കാട്ടിയാണ് കോടതി കുറ്റപത്രം സ്വീകരിക്കാൻ വിസമ്മതിച്ചത്. നിലവിൽ നാഷണൽ ഹെറാൾഡ് കേസിലെ ഗൂഢാലോചനയിൽ ദില്ലി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടരാമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. കുറ്റപത്രം തള്ളിക്കളഞ്ഞ കോടതി നടപടി കേന്ദ്ര സർക്കാരിന് വലിയ ക്ഷീണമായതോടെയാണ് ഹൈക്കോടതിയിൽ അപ്പീലുമായി ഇ ഡി എത്തിയത്. കുറ്റപത്രം തള്ളിക്കളഞ്ഞ കോടതി നടപടി ചൂണ്ടിക്കാട്ടി BJPക്കെതിരെ കോൺഗ്രസ് രൂക്ഷ വിമർശനം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. നിലവിലെ ഇ ഡി നടപടി നിയമവിരുദ്ധമാണെന്ന് തെളിഞ്ഞെന്നാണ് കോൺഗ്രസ് അഭിപ്രായപ്പെട്ടത്. ജനാധിപത്യം സംരക്ഷിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ ശ്രമത്തിനെതിരായ ഗൂഢാലോചന തകർന്നെന്നും കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചിട്ടുണ്ട്. അടിസ്ഥാനമല്ലാത്ത കേസാണിതെന്നും സത്യം പുറത്തു വരുമെന്നുമാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. നേരത്തെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇ ഡി കേസിൽ ജാമ്യമെടുത്തിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിന് ഊർജം പകരാൻ നെഹ്റു ആരംഭിച്ച പത്രമാണ് നാഷണൽ ഹെറാൾഡ്. പക്ഷേ നെഹ്റുവിന്റെ സ്വകാര്യ സ്വത്തായിരുന്നില്ല ആ പത്രം. അദ്ദേഹം തന്നെ നേതൃത്വം നൽകി 1937 സ്ഥാപിതമായ 5000-ഓളം സ്വതന്ത്ര സമര സേനാനികൾ ഓഹരി ഉടമകളായ അസോസിയേറ്റഡ് ജേർണലിസ്റ്റ് ലിമിറ്റഡിനാണ് പത്രത്തിന്റെ ഉടമസ്ഥാവകാശം. നിക്ഷിപ്തമായ സത്യസന്ധമായി വാർത്തകൾ പ്രസിദ്ധീകരിക്കുക എന്നതായിരുന്നു കമ്പനി ലക്ഷ്യം. ദില്ലി, ലക്നൗ, ഭോപ്പാൽ, മുംബൈ, ഇൻഡോർ, പട്ന എന്നിവിടങ്ങളിലായി ധാരാളം ഭൂസ്വത്തുക്കൾ അക്കാലത്ത് കമ്പനിക്കുണ്ടായിരുന്നു. 3 പത്രങ്ങളാണ് അസോസിയേറ്റഡ് ജേർണലിസ്റ്റ് ലിമിറ്റഡിനു കീഴിൽ അക്കാലത്ത് പ്രസിദ്ധീകരിച്ചിരുന്നത്. ഇംഗ്ലീഷിൽ നാഷണൽ ഹെറാൾഡ്, ഉറുദുവിൽ ഗവാമി ആവാസ്, ഹിന്ദിയിൽ നവജീവൻ. സ്വതന്ത്ര സമര വാർത്തകളും നെഹ്റുവിന്റെ മറ്റു നേതാക്കളുടെയും ശക്തമായ എഴുത്തുകളും കൊണ്ട് സമ്പന്നമായിരുന്നു നാഷണൽ ഹെറാൾഡ്. പത്രത്തിന്റെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചായിരുന്നു 1947 നെഹ്റു പ്രധാനമന്ത്രി പദത്തിലെത്തുന്നത്. അന്നുവരെ സ്വതന്ത്ര ഭാരതം എന്ന ആശയത്തിൽ വർത്തിച്ച പത്രങ്ങൾക്ക് പക്ഷേ സ്വാതന്ത്ര്യാനന്തരം നേരിടേണ്ടി വന്നത് കടുത്ത മത്സരമാണ്. കച്ചവടവൽക്കരണത്തിൽ പിടിച്ചു നിൽക്കാൻ വിയർത്ത പത്രങ്ങളിൽ നാഷണൽ ഹെറാൾഡും ഉണ്ടായിരുന്നു. 2008 പ്രസിദ്ധീകരണത്തിന്റെ 70-ാം വർഷം നാഷണൽ ഹെറാൾഡ് പൂട്ടി. കമ്പനി പൂട്ടുമ്പോൾ ജീവനക്കാരെ പിരിച്ചുവിടുന്നതിനും ആനുകൂല്യങ്ങൾ നൽകുന്നതിനുമായി പ്രസാധകരായ AJLന് 2011 പാർട്ടി 90 കോടി രൂപ പലിശരഹിത വായ്പ അനുവദിച്ചു. പക്ഷേ വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ AJL പരാജയപ്പെട്ടു. 2010 ആയപ്പോഴേക്കും ഓഹരി ഉടമകൾ 5000-ൽ നിന്ന് 1000-ആയി. പൂട്ടിയ നാഷണൽ ഹെറാൾഡിന്റെ സ്വത്തുക്കൾക്ക് ഏതാണ്ട് 2000 കോടി മൂല്യമാണ് കണക്കാക്കിയിട്ടുള്ളത്. ഈ സ്വത്ത് സോണിയാഗാന്ധിക്കും കുടുംബത്തിനും പങ്കാളിത്തമുള്ള സ്വകാര്യ കമ്പനിയായ യങ് ഇന്ത്യ എന്ന കമ്പനി 50 ലക്ഷം രൂപയ്ക്ക് തട്ടിയെടുത്തു എന്നതാണ് കേസ്. 2012 BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി നൽകിയ പരാതിക്ക് പിന്നാലെയാണ് തട്ടിപ്പ് പുറത്തുവന്നത്. 2014 ജൂൺ 26-ന് ന്യൂഡൽഹിയിലെ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് പട്യാല റൌസ് കോടതി പുറപ്പെടുവിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 2021-ലാണ് ഇ ഡി അന്വേഷണം ആരംഭിച്ചത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.